നമസ്കാരം യൂണിക് സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. IP ക്യാമറയുടെ കോൺഫിഗറേഷൻ വീഡിയോസ് കണ്ടതിന് ശേഷം ഒന്ന് രണ്ട് പേര് കോമൺ ആയിട്ട് ചോദിച്ചൊരു ഡൗട്ട്സ് ആണ്. ഈ CCTV IP ക്യാമറ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സ്വിച്ചസ് എന്താണ്, അതെങ്ങനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു സ്വിച്ച് തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിവിധ തരം സ്വിച്ചസുകളെ കുറിച്ചിട്ടാണ്, നെറ്റ്വർക്ക് സ്വിച്ചസുകളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനലിൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വിവിധ തരം നെറ്റ്വർക്ക് സ്വിച്ചസിനെ കുറിച്ചിട്ട് വളരെ വേഗത്തിൽ പറഞ്ഞു പോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് സ്വിച്ചസ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ഡെസ്ക് ടോപ്പ് സ്വിച്ചസ് ആണ്. ഡെസ്ക് ടോപ്പ് സ്വിച്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ചെറുതായിരിക്കും, നമ്പർ ഓഫ് പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഇതൊരു ഡെസ്ക് ടോപ്പ് സ്വിച്ചാണ്. ഇത് 8 പോർട്ട് സ്വിച്ചാണ്. ഇതിനകത്ത് നമുക്ക് 8 കമ്പ്യൂട്ടർ വരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പാകത്തിനാണ് ഈ സ്വിച്ച് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വിച്ചിനെ നമുക്ക് തരംതിരിക്കാൻ പറ്റും. 4 പോർട്ട് സ്വിച്ചസ് ഉണ്ട്, 8 പോർട്ട് സ്വിച്ചസ് ഉണ്ട്, 16 പോർട്ട് സ്വിച്ചസ് ഉണ്ട്, 42 പോർട്ട് സ്വിച്ചസ് ഉണ്ട്. അതിൻ്റെ ബ്രാൻഡിനനുസരിച്ചിട്ട് ചെറിയ വേരിയേഷൻസ് അതിനകത്ത് വരാനും സാധ്യതയുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെസ്ക് ടോപ്പ് സ്വിച്ചസ് എന്ന് പറയുന്നത്. ഡെസ്ക് ടോപ്പ് സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് POE ക്യാമറ അല്ലെങ്കിൽ IP ക്യാമറ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ POE വിത്തൗട്ട് നോൺ POE സ്വിച്ച് ഉപയോഗിച്ച് IP ക്യാമറ എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് പിന്നെ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. IP ക്യാമറയിലോട്ട് വരുമ്പോഴത്തേക്കും അഡീഷണൽ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അതൊരു അഡീഷണൽ ഡിവൈസ്. കാരണം HD ടെക്നോളജിയിൽ ചെയ്തപ്പോൾ അവിടെ DVR മേടിക്കുന്നു, നമ്മളിവിടെ NVR മേടിക്കുന്നു, അവിടെ ക്യാമറ മേടിക്കുന്നു, ഇവിടെ ക്യാമറ മേടിക്കുന്നു. ഏകദേശം സെയിം ആണ്, പക്ഷേ അഡീഷണൽ ഒരു ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. IP ക്യാമറയിൽ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന സ്വിച്ച് എന്ന് പറയുന്നത് POE സ്വിച്ചാണ്. POE എന്ന് പറയുന്നത് പവർ ഓവർ ഇഥർനെറ്റ് എന്നാണ് അത് ശരിക്കുള്ള എക്സ്പാൻഷൻ. POE എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പവർ ഓവർ ഇഥർനെറ്റ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് വോൾട്ടേജ് നൽകുവാൻ കഴിവുള്ള സ്വിച്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, POE സ്വിച്ചസ് എന്ന് പറയുന്നത്. IP ക്യാമറയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്വിച്ചസ് ഒരുപാടുണ്ട് നെറ്റ്വർക്കിങ്ങിൽ. അതിനെക്കുറിച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. IP ടെക്നോളജിയിൽ IP ക്യാമറ കോൺഫിഗർ ചെയ്യാൻ ഉപയോഗിക്കുന്ന POE സ്വിച്ചിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ക്യാമറയ്ക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് വോൾട്ടേജ് നൽകുവാൻ കഴിവുള്ള സ്വിച്ചസിനെയാണ് നമ്മൾ POE സ്വിച്ചസ് എന്ന് പറയുന്നത്. അപ്പം സാധാരണ HD ടെക്നോളജിയിൽ നമ്മൾ ക്യാമറ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അഡീഷണൽ പവർ കൂടെ കണക്ട് ചെയ്യും. അതേസമയം IP ക്യാമറ POE സ്വിച്ച് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ പവറിൻ്റെ ആവശ്യമില്ല. സ്വിച്ചിൽ നിന്ന് തന്നെ ക്യാമറയ്ക്ക് ആവശ്യമായിട്ടുള്ള പവർ പോകും. അപ്പോൾ ഞാൻ ഒരു POE സ്വിച്ച് നിങ്ങളെ കാണിക്കാം. ബ്രാൻഡൊന്നും സ്പെസിഫിക് അല്ല, ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് 8 പോർട്ട് ഇവിടെ കാണുന്നുണ്ട്, അഡീഷണലായിട്ട് 2 പോർട്ട് ഈ സൈഡിൽ കാണുന്നുണ്ട്. ഇതിന് നമ്മൾ പറയുന്നത് 8+2 എന്നാണ് പറയുന്നത്. 8+2. മുൻകാലങ്ങളിൽ അങ്ങനെ അപ്ലിങ്ക് വരുന്ന ഇതിന് നമ്മൾ ഈ 2 അഡീഷണൽ വരുന്ന സ്വിച്ചസ് പോർട്ടിന് നമ്മൾ പറയുന്ന അപ്ലിങ്ക് പോർട്ട് എന്നാണ് പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു അപ്ലിങ്ക് ഉള്ള സ്വിച്ചസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ 8 പോർട്ട് POE മേടിക്കുകയാണെങ്കിൽ 8 POE സ്വിച്ചസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ കൂടുതലായിട്ട് IP ക്യാമറയിൽ ഈ ഒരു റിക്വയർമെൻറ്റ് വരുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ വരുന്ന സ്വിച്ചസിലെല്ലാം അപ്ലിങ്ക് പോർട്ട് കൂടെ വരുന്നുണ്ട്. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് 8 ചാനലിൻ്റെ NVRൽ 8 ക്യാമറ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ 8 ക്യാമറയും കൊണ്ട് ഈ 8 പോർട്ടിൽ കണക്ട് ചെയ്യും. മുൻകാലങ്ങളിൽ ഈ അപ്ലിങ്ക് ഇല്ലാത്ത സ്വിച്ചാണ് നമ്മൾ മേടിക്കുന്നത്. ഇപ്പോഴും അപ്ലിങ്ക് ഇല്ലാത്ത സ്വിച്ചസ് ഉണ്ട്, പക്ഷേ അപ്ലിങ്ക് ഇല്ലാത്ത സ്വിച്ചാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ 8 ക്യാമറ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അഡീഷണൽ ഒരു സ്വിച്ച് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, NVRലോട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് പുറമെ മോഡമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, അഡീഷണൽ അപ്ലിങ്ക് ഉള്ള സ്വിച്ചും കൂടെ മേടിക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് കോസ്റ്റും കുറയും, ഡിവൈസിൻ്റെ എണ്ണവും കുറയും. ഓക്കെ, അപ്പോൾ 8 ക്യാമറയും കണക്ട് ചെയ്യാം, ഇതിനകത്തുനിന്ന് 2 അപ്ലിങ്കും എടുക്കാം. പിന്നെ ഒരു സംശയം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് പ്രത്യേകം ഉണ്ടോ എന്നൊരു ചോദ്യം വന്നിരുന്നു.
യാതൊരുവിധ പ്രത്യേകതയുമില്ല. എല്ലാ പോർട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ടും ഔട്ട്പുട്ടും പോർട്ടായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ക്യാമറ നമുക്ക് അപ്ലിങ്ക് പോർട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം മെജോറിറ്റി സ്വിച്ചസിനകത്തും അപ്ലിങ്ക് പോർട്ട് എന്ന് പറയുന്നത് നോൺ POE പോർട്ടായിരിക്കും. അപ്ലിങ്ക് പോർട്ട് നോൺ POE ആയിരിക്കും. POE ആണെങ്കിൽ മാത്രമല്ല ക്യാമറയ്ക്ക് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് കൊടുക്കത്തുള്ളൂ. അപ്ലിങ്ക് കണക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ POE പോർട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് ഒരു POE പോർട്ടിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ഇത് 4+2 വരുന്നുണ്ട്, 16+2 വരുന്നുണ്ട്. നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് നമ്മൾ HD ക്യാമറയിൽ എങ്ങനെയാണ് ഡിവൈസ് ചൂസ് ചെയ്യുന്നത്, ക്യാമറയുടെ എണ്ണം അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ബാക്കി കമ്പോണൻസ് എല്ലാം ചൂസ് ചെയ്യുന്നത്. അതുപോലെ IP ക്യാമറയിലും നമ്മുടെ ക്യാമറയുടെയും റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വിച്ചസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്തിനാണ് റെസൊല്യൂഷൻ ഇവിടെ വരുന്നതെന്നുള്ളത്. അപ്പം ഇവിടെ POE സ്വിച്ചിനകത്തും ബാൻഡ് വിഡ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വിച്ചിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ കഴിയുന്നതാണ്. POE സ്വിച്ചിൽ നേരത്തെ നമ്മൾ ഡെസ്ക്ടോപ്പ് സ്വിച്ചിൽ പറഞ്ഞതുപോലെ തന്നെ POE സ്വിച്ചിനകത്തും സ്വിച്ചിൻ്റെ ബാൻഡ് വിഡ്ത്ത് അനുസരിച്ച് സ്വിച്ചിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. നമ്പർ ഓഫ് പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും സ്വിച്ചിനെ തരംതിരിക്കാം, ബാൻഡ് വിഡ്ത്തിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് സ്വിച്ചിനെ തരംതിരിക്കാവുന്നതാണ്. അതായത് 100 ബാൻഡ് വിഡ്ത്തുള്ള സ്വിച്ചിനെ നമ്മൾ നോർമൽ POE സ്വിച്ച് എന്നാണ് പറയുന്നത്. 10/100 എന്നാണ് അതിനെ മെൻഷൻ ചെയ്യുന്നത്. ഇനി ജിഗാബൈറ്റ് സ്വിച്ച് ഉണ്ട്, ജിഗാബൈറ്റ് POE സ്വിച്ചസ് ഉണ്ട്. അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 1000 ആണ്. 1000 MBPS ബാൻഡ് വിഡ്ത്ത് ഉള്ള സ്വിച്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജിഗാബൈറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. അതിൽ മെൻഷൻ ചെയ്യാൻ സാധ്യതയുള്ളത് 10/100/1000 എന്നായിരിക്കും അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് സാധാരണ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം എന്തിൻ്റെ അടിസ്ഥാനം നമ്മൾ എങ്ങനെയാണ് ബാൻഡ് വിഡ്ത്ത് ചൂസ് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കാം. ഞാൻ IP ക്യാമറയുടെ ബാൻഡ് വിഡ്ത്തിനെ കുറിച്ചിട്ട് മുന്നിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ ക്യാമറയുടെ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം IP ക്യാമറ ചെയ്യുമ്പോഴും POE സ്വിച്ച് മേടിക്കുന്ന സമയത്ത് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് ക്യാമറയുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ സ്വിച്ചസ് മേടിക്കാനുള്ളത്. അതുപോലെ ബാൻഡ് വിഡ്ത്ത് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളെ ഉദാഹരണത്തിന് നിങ്ങളൊരു 4 ചാനലിൻ്റെ NVRഉം 4 ക്യാമറയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ 4+2ൻ്റെ ഒരു POE സ്വിച്ച് ആയിരിക്കും മേടിക്കാൻ സാധ്യതയുള്ളത്. അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എത്ര വേണമെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സാധാരണ ബാൻഡ് വിഡ്ത്ത് 2 ടൈപ്പിലേ ഉള്ളൂ, 10/100ൻ്റെ സ്വിച്ചും ഉണ്ട്, 1000ൻ്റെ സ്വിച്ചും ഉണ്ട്. മാർക്കറ്റിലുള്ളതിൽ നമ്മുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നത് ഏതാണെന്ന് മനസ്സിലാക്കി അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ക്യാമറ 2 MP ആണെന്ന് വെക്കുക. ഒരു 2 MP ക്യാമറയുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 4 MBPS ആണ്. അപ്പോൾ 2 MP ഒരു ക്യാമറയുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 4 MBPS ആണ്. അപ്പം നമ്മൾ 4 2 MBയുടെ ക്യാമറ കണക്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 4x4 16 MBPS ആണ് ബാൻഡ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് സ്വിച്ച് മേടിച്ചാൽ മതി, 10/100 MBPS ഉള്ള നോർമൽ POE സ്വിച്ച് മേടിച്ചാൽ മതിയാവും. എപ്പോഴും സ്വിച്ചിൻ്റെ ബാൻഡ് വിഡ്ത്തിനേക്കാളും കുറവായിരിക്കണം ടോട്ടൽ നമ്പർ ഓഫ് ക്യാമറയുടെ ബാൻഡ് വിഡ്ത്ത്. അതൊരു പോയിൻ്റാണ്, അത് മനസ്സിലാക്കുക. സ്വിച്ചിൻ്റെ ബാൻഡ് വിഡ്ത്തിനേക്കാളും കുറവായിരിക്കണം ടോട്ടൽ നമ്പർ ഓഫ് ക്യാമറയുടെ ബാൻഡ് വിഡ്ത്ത്. ഒരു ക്യാമറയുടെ ബാൻഡ് വിഡ്ത്ത് അല്ല, ടോട്ടൽ നമ്പർ ഓഫ് ക്യാമറയുടെ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വരുന്ന ഇതിനി നമുക്ക് ജിഗാബൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ ആവശ്യം ഉണ്ടോ എന്നൊരു ചോദ്യം കൂടെ വരും അല്ലേ. അത് എവിടെയാണ് ആവശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 16 ചാനൽ NVR ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അവിടെ 5 MBയുടെ ക്യാമറയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 5 MBയുടെ ക്യാമറയ്ക്ക് ബാൻഡ് വിഡ്ത്ത് 10 MBPS വരും. അപ്പോൾ 10 ക്യാമറ യൂസ് ചെയ്യുമ്പോൾ തന്നെ 100 MBPS ബാൻഡ് വിഡ്ത്ത് ഉപയോഗിച്ച് കഴിഞ്ഞു. അവിടെയാണ് നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളത്, ജിഗാബൈറ്റ് സ്വിച്ചിനെ കുറിച്ച് ചിന്തിക്കാനുള്ളത്. ഇപ്പോൾ 16 ചാനൽ NVRനകത്ത് 5 MBയുടെ 10 ക്യാമറ നിങ്ങൾ കണക്ട് ചെയ്യുന്നുള്ളെങ്കിൽ അപ്പോൾ നമുക്കൊരു തോട്ട് ഉണ്ട്, 10/100 ഇവിടെ 10x10 100 എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ ഈക്വലായി ബാൻഡ് വിഡ്ത്ത് ഈക്വലായി. അപ്പോൾ നമുക്ക് ചിലവ് ചുരുക്കുന്നതിന് വേണ്ടിയിട്ട്, കാരണം ജിഗാബൈറ്റ് സ്വിച്ചും നോർമൽ സ്വിച്ചും അല്ലെങ്കിൽ 100 MBPS ഉള്ള സ്വിച്ചും തമ്മിൽ പ്രൈസിങ്ങിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം ഒരിക്കലും ബാൻഡ് വിഡ്ത്ത് ഈക്വലായിട്ട് നിർത്താൻ
പാടില്ല. അത് പെർഫോമൻസിനെ ബാധിക്കും. പടം വരില്ലേ, പിക്ചർ വരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% പിക്ചർ വരും. അത് അതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നത്? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു 4 ലൈൻ അല്ലെങ്കിൽ 4 വരി പാതയിൽ 4 വാഹനങ്ങൾ പോകാം, അതിന് കഴിയുന്ന പാതയാണ് നമ്മൾ 4 വരി പാത എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാനുള്ളത്. ഒരു 4 വരി പാതയിൽ 4 വാഹനങ്ങൾ ഓടുന്ന വേഗതയേക്കാൾ കൂടുതൽ വേഗത നമുക്ക് കിട്ടും 2 വാഹനം ഓടുമ്പോൾ, അല്ലേ? 4 വരി പാതയിൽ 4 വാഹനങ്ങൾ ഓടുന്നതിനേക്കാൾ കൂടുതൽ വേഗത കിട്ടും 2, 1, 3 വാഹനങ്ങൾ ഓടുമ്പോൾ വേഗത കൂടുതൽ കിട്ടും. അപ്പോൾ ആ റോഡിൽ ഉണ്ടാകുന്ന ട്രാഫിക്, അല്ലേ? റോഡ് ഫുള്ളായിട്ട് വാഹനം ഓടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ട്രാഫിക് ഉണ്ടാവും. അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് ഫുള്ളായിട്ട് നിൽക്കുകയോ സ്വിച്ചിൻ്റെ ബാൻഡ് വിഡ്ത്തിനേക്കാൾ കൂടുതൽ ബാൻഡ് വിഡ്ത്ത് ക്യാമറയ്ക്ക് വരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ട്രാഫിക് ഉണ്ടാവും. അതിൻ്റെ പാർശ്വഫലം എന്ന് പറയുന്നത് ക്യാമറ ലാഗായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. ചില ക്യാമറകൾ വന്നു പോയി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ സ്വിച്ച് മേടിക്കുമ്പോൾ ക്യാമറയുടെ റെസൊല്യൂഷനും ബാൻഡ് വിഡ്ത്തും മനസ്സിലാക്കിയതിന് ശേഷം സ്വിച്ച് മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഒറ്റ കാര്യം മാത്രമേ POE സ്വിച്ചിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ബാൻഡ് വിഡ്ത്ത് എന്നുള്ളത്. കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഇൻസ്റ്റലേഷനും 10/100 MBPS ഉള്ള സ്വിച്ചസ് ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് ഒരു 100-ന് താഴെ ബാൻഡ് വിഡ്ത്തുള്ള എല്ലാ ഇൻസ്റ്റലേഷനകത്തും 100 MBPS ഉള്ള സ്വിച്ചസ് മതിയാകും. എന്നാൽ 100-ന് മുകളിൽ വന്നാൽ നമുക്ക് 500 ബാൻഡ് വിഡ്ത്തുള്ള സ്വിച്ച് അവൈലബിൾ അല്ല. പിന്നെ വരുന്നത് Gigabyte സ്വിച്ചാണ്. 1000 MBPS ഉള്ള സ്വിച്ചസ് ആണ് നമുക്ക് പിന്നീട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്തേ ഉള്ളൂ? Gigabyte സ്വിച്ചസേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. കാരണം ഇതിങ്ങനെ പറഞ്ഞു തരാൻ കാരണം, നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിട്ടേൺ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരുന്ന് പോകും. അത് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ POE സ്വിച്ചിനെ കുറിച്ചിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. POE സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് ആവശ്യമായിട്ടുള്ള പവർ കൊടുക്കാൻ കഴിവുള്ള സ്വിച്ചസിനെയാണ് നമ്മൾ POE സ്വിച്ചസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വിച്ചസിനെ ക്ലാസിഫൈ ചെയ്യാം. 4 പോർട്ട്, 8 പോർട്ട്, 16 പോർട്ട്, 24 പോർട്ട്, അങ്ങനെ സ്വിച്ചസിനെ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പം നമുക്ക് അഡീഷണൽ ഉള്ള ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 2 അപ്ലിങ്ക് പോർട്ട്, 2 1 അപ്ലിങ്ക് പോർട്ട് വരുന്ന സ്വിച്ചസ് ഉണ്ട്. നമ്പർ ഓഫ് ക്യാമറയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അപ്ലിങ്ക് പോർട്ട് കൂടിയത് മേടിക്കാം. അപ്ലിങ്ക് പോർട്ടിൻ്റെ ഉള്ള ഉപയോഗം ഒന്ന് NVR-ലോട്ടുള്ള കണക്ടിവിറ്റിയും മറ്റൊന്ന് മോഡത്തിലോട്ടുള്ള കണക്ടിവിറ്റിയും. ഇനി നമ്പർ ഓഫ് ക്യാമറ കുറവാണെങ്കിൽ POE പോർട്ടിൽ നിന്ന് തന്നെ NVR-ലോട്ടോ മോഡത്തിലോട്ടോ കണക്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും വരുന്നില്ല. പക്ഷേ ഒരിക്കലും POE ക്യാമറ അപ്ലിങ്കിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കരുത്, അത് വർക്ക് ചെയ്യില്ല. കാരണം അപ്ലിങ്ക് സ്വിച്ച് 99% വിത്തൗട്ട് POE ആയിരിക്കും. അത് ജസ്റ്റ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത് കൊണ്ട് അതിന് POE സ്വിച്ചിൻ്റെ ആവശ്യമില്ല, POE പോർട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെക്നീഷ്യൻ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.